ഇന്ന് ബീഹാറിനെ സംബന്ധിച്ച ഒരു ചതിക്കപ്പെട്ട ദിവസമാണ്. 65 ലക്ഷം വോട്ടുകൾ വെട്ടിച്ചുരുക്കി അവരങ്ങനെ ഒരു ജനതയെ ചതിച്ച ഭരണത്തിലേറാൻ പോവുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ജൻസികൾ മുഴുവൻ തെരുവിലിറങ്ങി പ്രക്ഷോഭിക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെയാണ് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് നിതീഷ് കുമാർ ഒരുങ്ങുന്നുണ്ടെങ്കിലും വയസ്സൻ മുഖ്യമന്ത്രിയെ ഒഴിവാക്കാനാണ് BJPക്ക് താല്പര്യം. ഒരുപക്ഷെ ജൻസി പ്രക്ഷോഭങ്ങളുടെ കാരണം പറഞ്ഞ സത്യപ്രതിജ്ഞ തടഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ നേരിട്ടിറങ്ങിയാണ് സത്യപ്രതിജ്ഞ ആഘോഷമാക്കാൻ ഒരുങ്ങുന്നത്. അതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് ഇന്ന് തന്നെ കണ്ടറിയണം. എന്തായാലും വലിയ തോതിൽ രാജ്യത്തെ പറ്റിച്ച് നേടുന്ന കസേരയിൽ അധികകാലം അങ്ങനെ നിതീഷ് കുമാറിന് ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അതേസമയം NDAക്ക് വെല്ലുവിളിയുമായിട്ട് പ്രശാന്ത് കിഷോറും എത്തിയിട്ടുണ്ട്. സ്വയം തൊഴിൽ പദ്ധതി കീഴിൽ 1.5 കോടി വനിതകൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന ബീഹാറിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ബീഹാറിൽ ചരിത്ര പോളിംഗ് രേഖപ്പെടുത്തി അതിലും ചരിത്ര ഭൂരിപക്ഷത്തിലായിരുന്നു NDAയുടെ വിജയം. ഇത്രയും വോട്ട് ചോരി ആരോപണങ്ങൾ നടന്നിട്ടും എങ്ങനെ ഇവർ നേടിയെന്നത് വലിയ ചോദ്യമായിട്ട് ബാക്കി നിൽക്കുകയാണ്. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട്. വ്യാപക ക്രമക്കേട് നടന്നുവെന്നും ഫലം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചു. ക്രമക്കേടുകൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തടയണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുപ്രവർത്തകൻ സാബു സ്റ്റീഫൻ ആയിരുന്നു ഹർജിക്കാരൻ. ശതമാനക്കണക്ക് അല്ലാത്ത എത്ര പേർ വോട്ട് ചെയ്തു എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഫോം 20 പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NDAയിലെ കല്ലുകടികൾക്കൊന്നും അവസാനം കുറിക്കാതെയുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഈ സുപ്രീം കോടതി ഹർജിയും നിർണായകമായി മാറുകയാണ്. സത്യത്തിൽ നിതീഷ് കുമാറിന്റെ ഈ മുഖ്യമന്ത്രി അവരോഹണത്തിൽ BJPക്കോ LJPക്കോ അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാർ പോരെ ഇന്നും തുടരുകയാണ്. അതിനിടയിലുള്ള ഈ വോട്ട് മോഷണം സത്യം തെളിഞ്ഞാൽ ഉറപ്പായി നിതീഷ് സമാധാനത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല. കോൺഗ്രസ് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയം എന്ന് തന്നെ പറയണം. അതേസമയം ബീഹാറിൽ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും നടക്കുകയാണ്. BJPയും JDUവും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ചേരുന്നതിന് മുന്നേ തന്നെ പോര് തുടങ്ങിയാൽ ഭരണ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ നിയമസഭയിൽ BJP നേതാവ് നന്ദ് കിഷോർ യാദവ് ആയിരുന്നു സ്പീക്കർ സ്ഥാനം വഹിച്ചിരുന്നത്. അതേസമയം JDUവിന്റെ നരേന്ദ്രൻ നാരായണൻ യാദവ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു. എന്നാൽ ഇത്തവണയും എന്ത് വില കൊടുത്തും സ്പീക്കർ സ്ഥാനം സ്വന്തമാക്കാനാണ് BJPയുടെ നീക്കം. ഈ സ്ഥാനത്തിന് വേണ്ടി രണ്ട് പാർട്ടികളും തമ്മിൽ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് കഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സംസ്ഥാനത്തെ നിർണായക വകുപ്പുകളുടെ വിഭജനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കവെയാണ് സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഇരു പാർട്ടികളും തമ്മിലുള്ള പോരും തുടങ്ങിയിരിക്കുന്നത്. ചർച്ചയിലെ പ്രധാന അജണ്ട സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. എന്തായാലും തമ്മിൽ തല്ല് പുറമേ കാണിക്കാതെ ചിരിച്ചു കാണിക്കുകയാണ് NDA. അതുറപ്പായി നിതീഷ് കുമാറിന്റെ പതനത്തിലേക്കുള്ള വഴിവെട്ടൽ കൂടിയാണ്.